കോതമംഗലം പൈങ്ങോട്ടൂരിലും പെരുമ്പാവൂർ മുനിപ്പാറയിലും ജനവാസ മേഖലകളിൽ കാട്ടാനകളെത്തി. മുനിപ്പാറയിൽ പുലർച്ചെത്തിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ പറഞ്ഞു. കടവൂരിൽ പുലർച്ചെ 2 കൊമ്പനാനകളെത്തി. പനങ്കര ഭാഗത്തേക്ക് നീങ്ങിയ ആനകളെ തുരത്താൻ ശ്രമം തുടരുന്നു. മൂസിനാസു വിവരങ്ങൾ നൽകും. മൂസിന, എവിടങ്ങളിലൊക്കെയാണ് കാട്ടാനകൾ ഇറങ്ങിയത്? ഇപ്പോൾ ഈ കാട്ടാനകളെ പൂർണ്ണമായി തന്നെ കാട്ടിലേക്ക് തുരത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? വേങ്ങൂർ പഞ്ചായത്തിലെ മുനിപ്പാറയിൽ ഇത്തരത്തിൽ കാട്ടാന കൂട്ടം ഇറങ്ങി ഭീതി ഉണ്ടാക്കിയിരിക്കുന്നത്. കോതമംഗലത്ത് പൈങ്കുട്ടൂർ കടവൂർ ഭാഗത്ത്, അതായത് തെക്കേ കുന്നമറ്റത്ത് ജോസഫിന്റെ വീട്ടുമുറ്റത്ത് ആണ് പുലർച്ചെ 2 കൊമ്പനാനകൾ എത്തിയത്. മാത്രമല്ല ഈ ജോസഫിന്റെ മുറ്റത്തുണ്ടായിരുന്ന കൃഷിയൊക്കെ തന്നെ നശിപ്പിച്ചിട്ടാണ് കാട്ടാനകൾ അവിടുന്ന് നീങ്ങിയത്. ഏറെ നേരം ഭീതി ഉണ്ടാക്കിയ കാട്ടാനകളെ പിന്നീട് പനങ്കര ഭാഗത്തേക്ക് നീങ്ങി. വനംവകുപ്പ് അധികൃതരും നാട്ടുകാരും ഒക്കെ തന്നെ ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആനകൾ ഇപ്പോൾ കാട് കയറിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സമാനമായ രീതിയിൽ വേങ്ങൂർ പഞ്ചായത്ത് നേരത്തെ സൂചിപ്പിച്ചത് മുനിപ്പാറ ഭാഗത്താണ് കാട്ടാനക്കൂട്ടം അതായത് ഇറങ്ങിയത്. ഇന്ന് പുലർച്ചെ പെരിയാർ കടന്നെത്തിയ കാട്ടാനക്കൂട്ടം 3-ാം തോടിലെ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളും ആളുകൾ പകർത്തിയിട്ടുണ്ട്. പ്രദേശത്തെ കുഞ്ഞപ്പന്റെ വീട്ടുമുറ്റത്ത് വരെ ആനക്കൂട്ടം എത്തി. പുരയിടത്തിൽ കൃഷി ചെയ്തിരുന്ന വാഴ അടക്കമുള്ളവ നശിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. ഒരു കുട്ടിയാനടക്കം 6ഓളം ആനകളുടെ കൂട്ടമാണ് ഇവിടെ പെരിയാർ കാട്ടിനെത്തിയത്. ജനവാസ മേഖലയിലേക്ക് പ്രവേശിച്ച ആനക്കൂട്ടം വലിയ തോതിൽ കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. പാണിയേലി, പാണങ്കുഴി, കണിച്ചാട്ടുപാറ, മുനിപ്പാറ മേഖലകളിൽ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കാട്ടാനകളുടെ ശല്യം രൂക്ഷമാണ്. പ്രദേശവാസികൾ പലതവണ അധികൃതരോട് പരാതികൾ പറഞ്ഞിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് പതിവാകുകയാണ്. എറണാകുളം കോതമംഗലത്താണ് വിവിധയിടങ്ങളിൽ ജനവാസ മേഖലകളിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. വിവരങ്ങളാണ് മോസിനാസു നൽകിയത്.